നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ഒരു കാരണവുമില്ലാതെ മനസ്സിന് വലിയൊരു ഭാരം അനുഭവപ്പെടുന്നതെന്ന്? ശരീരം കൊണ്ട് നമ്മൾ ഒരിടത്തിരിക്കുകയായിരിക്കും. പക്ഷേ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ നമ്മളെ വല്ലാതെ തളർത്തുന്നുണ്ടാകും. സത്യത്തിൽ ആ ഭാരം വരുന്നത് പുറത്തുനിന്നല്ല. അത് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഉള്ളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സങ്കടം, ആരോ പറഞ്ഞ ഒരു വാക്ക്, അല്ലെങ്കിൽ നമ്മൾ അന്ന് ചെയ്തു പോയ ഒരു തെറ്റ്. ഇതൊക്കെ ഇന്നും ചുമലിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് എത്ര കഠിനമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. വിട്ടുകൊടുക്കൽ. ലെറ്റിംഗ് ഗോ. അത് തോറ്റുകൊടുക്കലല്ല, മറിച്ച് നമ്മുടെ സമാധാനത്തിനു വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു പുണ്യമാണ്. ആ ഭാരങ്ങൾ എങ്ങനെ ഇറക്കി വെക്കാം എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മനസ്സിന് വലിയൊരു ഭാരം പോലെ എന്ന്. എന്തുകൊണ്ടാണ് ആ ഭാരം ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ആ ഭാരം വരുന്നത് സാഹചര്യങ്ങളിൽ നിന്നല്ല, മറിച്ച് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ചില ചിന്തകളിൽ നിന്നായിരിക്കും. ഇത് വ്യക്തമാക്കാൻ ഒരു കൊച്ചു കാര്യം പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു മിനിറ്റ് അത് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമില്ല. എന്നാൽ ഒരു മണിക്കൂർ അത് മാറ്റാതെ പിടിച്ചാലോ? നിങ്ങളുടെ കൈ വേദനിക്കാൻ തുടങ്ങും. ഒരു ദിവസം മുഴുവൻ മാറ്റാതെ പിടിച്ചാലോ? കൈ തളർന്നു പോകും. ഇവിടെ വെള്ളത്തിൻ്റെ ഭാരം മാറിയിട്ടില്ല. പക്ഷേ നിങ്ങൾ അത് എത്ര നേരം പിടിച്ചു നിർത്തുന്നു എന്നതനുസരിച്ച് അതിൻ്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. പഴയ സങ്കടങ്ങളും തെറ്റുകളും മറ്റുള്ളവരുടെ വാക്കുകളും നമ്മൾ എത്രത്തോളം നേരം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സിൻ്റെ ഭാരം കൂടിക്കൊണ്ടിരിക്കും. ആ ഗ്ലാസ് താഴെ വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങളുടെ കൈകൾക്കുള്ളൂ. അതുപോലെ ആ ചിന്തകൾ ഒന്ന് വിട്ടുകൊടുത്താൽ തീരാവുന്ന ഭാരമേ നിങ്ങളുടെ മനസ്സിനുള്ളൂ. ഇന്ന് നമുക്ക് സംസാരിക്കാം വിട്ടുകൊടുക്കലിൻ്റെ മനോഹാരിതയെക്കുറിച്ച്. എങ്ങനെ ആ ഭാരങ്ങൾ ഇറക്കി വെച്ച് മനസ്സിനെ ശാന്തമാക്കാമെന്ന്. നമ്മെ ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിക്കുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അന്ന് ഞാൻ അത് ചെയ്യേണ്ടിയിരുന്നില്ല, അന്ന് ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെയുള്ള കുറ്റബോധം. പലപ്പോഴും രാത്രികളിൽ നമ്മളെ ഉറക്കാത്തത് പഴയ പല ഓർമ്മകളായിരിക്കും. ഓർക്കുക, അന്ന് നിങ്ങൾ ആ തെറ്റ് ചെയ്തത് അന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങളും അറിവും വെച്ചാണ്. അന്നത്തെ ആ വ്യക്തിക്ക് അത്രയേ അറിയാമായിരുന്നുള്ളൂ. ഇന്ന് നിങ്ങൾ അത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അന്നത്തേക്കാൾ ഒരുപാട് വളർന്നു എന്നാണ്. ആ തിരിച്ചറിവാണ് നിങ്ങളുടെ മാറ്റം. നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ കാണിക്കുന്ന വലിയ മനസ്സ് എന്തുകൊണ്ടാണ് നമുക്ക് തന്നെ നൽകാൻ കഴിയാത്തത്? കഴിഞ്ഞുപോയ ഒരു നിമിഷത്തെയും നമുക്ക് തിരുത്താൻ കഴിയില്ല. അത് കല്ലിൽ കൊത്തിയ വര പോലെയാണ്. എന്നാൽ ആ കല്ലും ചുമന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു മരം അതിൻ്റെ ഉണങ്ങിയ ഇലകൾ പൊഴിച്ചു കളയുന്നത് അത് നശിക്കാനല്ല, മറിച്ച് പുതിയ ഇലകൾ വരാൻ വേണ്ടിയാണ്. പഴയ ഇലകൾ കൊഴിഞ്ഞാലേ മരത്തിന് വസന്തം വരൂ. അതുപോലെ നിങ്ങളുടെ പഴയ തെറ്റുകളെ ഒരു പാഠമായി കണ്ട് അവയെ ഉപേക്ഷിക്കുക. നിങ്ങൾ ചെയ്ത തെറ്റുകളല്ല നിങ്ങളുടെ വ്യക്തിത്വം. ആ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു എന്നതാണ് പ്രധാനം. നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക. അന്നെനിക്ക് തെറ്റുപറ്റി, പക്ഷേ ഇന്ന് ഞാൻ അതല്ല എന്ന് ഉറക്കെ പറയുക. സ്വയം മാപ്പ് നൽകുക. സമാധാനത്തിലേക്കുള്ള ആദ്യത്തെ ചുവട് അതാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ കുറ്റബോധത്തിൻ്റെ ഭാരം ഇനിയെങ്കിലും ആ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കൂ. നമ്മുടെ സമാധാനം കളയുന്ന മറ്റൊരു വലിയ ഭാരമാണ് മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്നത്. ലോകത്തെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്താൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവരുടെ കണ്ണിലെ നല്ലവനാകാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓരോന്നായി ബലികഴിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ഏറ്റവും വലിയ അനീതി കാണിക്കുന്നത്. മറ്റൊരാളുടെ സന്തോഷത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കഥ മാറ്റി എഴുതാൻ നിൽക്കരുത്. കാരണം ഈ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് നിങ്ങളാണ്, അവരല്ല. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രശ്നമേയല്ല. അത് അവരുടെ മാത്രം കാഴ്ചപ്പാടാണ്. അവരുടെ മനസ്സിലെ വികലമായ ചിന്തകൾക്ക് നിങ്ങൾ എന്തിന് ശിക്ഷ അനുഭവിക്കണം? ആ ഭാരം നിങ്ങളുടെ തലയിൽ ചുമക്കാൻ നിൽക്കരുത്. നമുക്ക് ചുറ്റുമുള്ള വിമർശനങ്ങൾ പലപ്പോഴും ഒരു കൊടുങ്കാറ്റ് പോലെ വരാം. കാറ്റത്താടുന്ന ഒരു പുല്ലു നോക്കൂ. അത് കാറ്റിനോട് എതിർത്ത് നിന്ന് ശക്തി കാണിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ശാന്തമായി കാറ്റിനൊപ്പം ഒന്ന് വളയുന്നു. ആ കൊടുങ്കാറ്റ് അടങ്ങിക്കഴിയുമ്പോൾ അത് പഴയതിനേക്കാൾ ഉറപ്പോടെ വീണ്ടും നേരെ നിൽക്കുന്നു.
മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകളെയും വിമർശനങ്ങളെയും ആ കാറ്റായി കാണുക. അവ വന്നു പോകട്ടെ. നിങ്ങളുടെ വേരുകൾ ആത്മവിശ്വാസത്തിൽ ഉറച്ചു തന്നെ നിൽക്കട്ടെ. ആളുകൾ കല്ലെറിയുന്നത് കായ്ഫലമുള്ള മരത്തിൻ്റെ നേരെ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത്. അത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിലാണ് ഇരിക്കുന്നത്. ആരുടെയും അനുവാദമില്ലാതെ തന്നെ സമാധാനമായി ഇരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. വിട്ടുകൊടുക്കുക എന്നതിനർത്ഥം തോറ്റുകൊടുക്കുക എന്നല്ല. മറിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവ്. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചില സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല. ബന്ധങ്ങളായാലും ജോലിയിലായാലും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളായാലും എല്ലാം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മാറ്റമില്ലാത്തതായി ഈ ലോകത്തൊന്നുമില്ല. പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് വേദനയുണ്ടാകുന്നത്. കയ്യിലുള്ള മണൽത്തരികൾ കൂടുതൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവ വിരലുകൾക്കിടയിലൂടെ വേഗത്തിൽ ചോർന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? ജീവിതവും അതുപോലെയാണ്. മുറുകെ പിടിക്കുന്തോറും സങ്കടം കൂടും. ഒരു പുഴ ഒഴുകുന്നത് പോലെ ജീവിതത്തെ കാണുക. വഴിയിൽ വലിയ പാറക്കല്ലുകളും തടസ്സങ്ങളും ഉണ്ടാകാം. പക്ഷേ പുഴ അവയോട് യുദ്ധം ചെയ്യാൻ നിൽക്കാറില്ല. പകരം അവയെ ചുറ്റി വിട്ടുമാറി ഒഴുകിക്കൊണ്ടിരിക്കും. ഒരിക്കലും കെട്ടിക്കിടക്കാത്തതുകൊണ്ടാണ് പുഴ എപ്പോഴും ശുദ്ധമായിരിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളം ഒടുവിൽ അശുദ്ധമാകും. നമ്മുടെ മനസ്സും പഴയ സങ്കടങ്ങളിൽ കെട്ടിക്കിടന്നാൽ അത് നമ്മെ തളർത്തും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില ആളുകൾ പോയേക്കാം. അത് അവർ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടാവണമെന്നില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതയാത്രയിൽ അവരുടെ സമയം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം. ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച മറ്റൊന്ന് നിങ്ങളെ തേടിവരാൻ വേണ്ടിയായിരിക്കാം. നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുന്നതിനേക്കാൾ വരാനിരിക്കുന്ന നല്ലതിനായി കാത്തിരിക്കുക. മുറുകെ പിടിച്ചിരിക്കുന്ന കൈകൾ തുറന്നാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. ശൂന്യമായ ഹൃദയത്തിലേക്ക് പ്രത്യാശയ്ക്ക് വരാൻ കഴിയൂ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മനോഹരമായ ഒന്നായിരിക്കും ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടെ ഈ നിമിഷത്തെ ചേർത്ത് പിടിക്കുക. ഇന്ന് ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് ശാന്തമായിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് വളരെ പതുക്കെ നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറയുക, സാരമില്ല, ഞാൻ ഇത് വിട്ടുകൊടുക്കുന്നു, എനിക്ക് സമാധാനം വേണം. ആ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ ചെറിയ ആശ്വാസം തിരിച്ചറിയുക. വിട്ടുകൊടുക്കൽ എന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല, അതൊരു യാത്രയാണ്. വർഷങ്ങളായി നമ്മൾ കൂടെ കൂട്ടിയ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ സമയമെടുക്കും. പക്ഷെ ഓരോ ദിവസവും അല്പാൽപമായ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ശീലിക്കുക. ഓരോ തവണ നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വീണ്ടെടുക്കുന്നത്. ഭാരമില്ലാത്ത ഒരു മനസ്സിനെ പുതിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയൂ. ശാന്തമായ ഒരു ഹൃദയത്തിനെ മറ്റുള്ളവരെയും സ്വയം തന്നെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തളർന്നുപോയാൽ ഈ നിശബ്ദ സ്വരം എന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും. ഈ വരികൾ നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് പങ്കുവയ്ക്കുക. നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വീഡിയോ നൽകിയ ആശ്വാസമോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് വലിയ കരുത്താണ്.